എഡ്യൂക്കേഷൻ അക്കൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുല്യതാ സർട്ടിഫിക്കറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞ മറുപടിയാണ് ഞാനിപ്പോൾ പറയുന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഉന്നത വിദ്യാഭ്യാസം തുല്യതാ ഉത്തരവ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച നിവേദനം മറുപടി നൽകുന്നത് സംബന്ധിച്ച് താങ്കൾ ഇമെയിൽ മുഖാന്തരം 17/3/2025 തീയതിയിൽ നൽകിയ നിവേദനം സൂചനയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു. പ്രോഗ്രാമുകളുടെ അംഗീകാരം തുല്യത സംബന്ധിച്ച വിഷയത്തിൽ തീരുമാനം കൈക്കൊള്ളുന്നത് സർവകലാശാലയുടെ അക്കാഡമിക് അധികാര പരിധിയിലുള്ള കാര്യമാണ്. എല്ലാവരും ഈ ഒരു കാര്യം നോട്ട് ചെയ്യണേ. ഒന്നുകൂടെ പറയാം: പ്രോഗ്രാമുകളുടെ അംഗീകാരം തുല്യത സംബന്ധിച്ച വിഷയത്തിൽ തീരുമാനം കൈക്കൊള്ളുന്നത് സർവകലാശാലയുടെ അക്കാഡമിക് അധികാര പരിധിയിൽ ഉള്ള കാര്യമാണ്. അടുത്ത്, അക്കാഡമിക് കൗൺസിൽ, ബോർഡ് ഓഫ് സ്റ്റഡീസ് തുടങ്ങിയ അക്കാഡമിക് സംവിധാനങ്ങളുടെ പരിശോധനയുടെയും അഭിപ്രായത്തിൻ്റെയും അടിസ്ഥാനത്തിൽ സർവകലാശാലകളാണ് ഒരു പ്രോഗ്രാമിൻ്റെ അംഗീകാരം തുല്യത സംബന്ധിച്ച വിഷയത്തിൽ തീരുമാനമെടുക്കുന്നത് എന്നുള്ള വിവരം അറിയിക്കുന്നു. വിശ്വസ്തയോടെ, അണ്ടർ സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് വേണ്ടി. ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഇതിൽ പ്രധാന പോയിന്റ് ഞാൻ വ്യക്തമായിട്ട് പറയാം. ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞ കാര്യത്തിലെ പ്രധാന പോയിന്റുകൾ മാത്രം ചൂണ്ടിക്കാട്ടി പറയാം. ഒന്നാമത് ആയിട്ട് പറയാനുള്ളത്, പ്രോഗ്രാമുകളുടെ അംഗീകാരം തുല്യത സംബന്ധിച്ച വിഷയത്തിൽ തീരുമാനം കൈക്കൊള്ളുന്നത് സർവകലാശാലകളുടെ അക്കാദമിക അധികാര പരിധിയിലുള്ള കാര്യമാണ്. അതിലെ തന്നെ രണ്ടാമത്തെ പോയിന്റ്, അക്കാഡമിക് കൗൺസിൽ, ബോർഡ് ഓഫ് സ്റ്റഡീസ് തുടങ്ങിയ അക്കാഡമിക് സംവിധാനങ്ങളുടെ പരിശോധനയുടെയും അടിസ്ഥാനത്തിൽ സർവകലാശാലകളാണ് ഒരു പ്രോഗ്രാമിൻ്റെ അംഗീകാരം തുല്യത സംബന്ധിച്ച വിഷയം തീരുമാനമെടുക്കുന്നത്. എന്ന് വെച്ചാൽ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് തുല്യതാ സർട്ടിഫിക്കറ്റ് പരമായിട്ട് യാതൊരു ബന്ധമില്ലെന്നാണ് പറഞ്ഞു വരുന്നത്. തുല്യതാ സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നം വന്നാലും അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റാക്കുന്നത് അതാത് സർവകലാശാലകളാണ്. തുല്യതാ സർട്ടിഫിക്കറ്റ് വിഷയമേ തീരുമാനിക്കുന്നത് അതാത് സർവകലാശാലകളും അവിടുത്തെ അക്കാഡമിക് കൗൺസിലും ആണെന്നാണ് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വിശദീകരണം. തുല്യതാ സർട്ടിഫിക്കറ്റ് കൊടുക്കണോ കൊടുക്കണ്ടോ എന്ന് അതാത് സർവകലാശാലകൾക്ക് തീരുമാനിക്കും. അംഗീകാരം ഇല്ലാത്ത സർവകലാശാലകൾക്ക് തുല്യത കൊടുത്ത് വിഷയമായാലും അതിൽ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇടപെടില്ല. അത് കൊടുക്കുന്ന സർവകലാശാലകൾക്ക് പ്രശ്നമാവും. കാലിക്കറ്റ് സർവകലാശാല ഭാരതീയറിന് നൽകിയ തുല്യത നിർത്തലാക്കിയത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഇതിൽ രണ്ട് കാര്യങ്ങളാണ് വ്യക്തമാകുന്നത്. UGC അംഗീകാരമില്ലാത്ത തുല്യതാ സർട്ടിഫിക്കറ്റ് അംഗീകാരമില്ലാത്ത സർവകലാശാലകൾ കൊടുത്ത കേരളത്തിലെ സർവകലാശാലകൾ അത് സംബന്ധിച്ച് വിഷയം നേരിട്ടാൽ പൂർണ്ണ ഉത്തരവാദിത്തം അതാത് സർവകലാശാലകൾക്കായിരിക്കും. അതുപോലെ തന്നെ തുല്യത വാങ്ങിയ വിദ്യാർത്ഥികൾക്കും തുല്യതാ സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച് എന്തെങ്കിലും വിഷയം വരുമ്പോൾ ഹയർ എഡ്യൂക്കേഷൻ ഇതിൽ ഇടപെടില്ല എന്ന് ഏതാണ്ട് ഉറപ്പായി. UGC അംഗീകാരമില്ലാത്ത സർവകലാശാലകൾക്ക് സുപ്രീം കോടതിയിൽ കേസിലിരിക്കുന്ന സർവകലാശാലകൾക്ക് തുല്യത എന്തെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ അതെന്തെങ്കിലും പ്രശ്നം ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സർവകലാശാലകൾ തന്നെ അതിൻ്റെ ഭവിഷ്യത്ത് നേരിടേണ്ടതായിട്ട് വരും. അപ്പോഴും ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇതിൽ ഇടപെടാൻ സാധ്യത കുറവാണ്.